ഹോസ്പിറ്റൽസ് ഇല്ലാണ്ട് ട്രാൻസ്പ്ലാന്റ് നടക്കത്തില്ല. ഇതിനെല്ലാം പിന്നിലുള്ള പ്രധാന ഘടകം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. ഹോസ്പിറ്റലിലെ ഏജന്റുമാരെ അറിയിക്കും, എല്ലാ ഹോസ്പിറ്റലിലും ഏജന്റുമാരെ അറിയിക്കും, ഞങ്ങൾക്ക് ലിവർ വേണം, അല്ലെ 2 കിഡ്നി വേണം, 3 കിഡ്നി വേണം. ഇതവർ സംഘടിക്കാൻ ഇവർക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ട്. ഇതിന്റെ പ്രധാന കണ്ണികൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. വിദേശത്താണ്, പ്രത്യേകിച്ച് സിംഗപ്പൂരിലും ഇറാനിലും. ഇറാനിലൊക്കെ 1 കോടി രൂപ, 1.5 കോടി രൂപ, 2 കോടി രൂപ വരെ ഒരു കിഡ്നിക്ക് കിട്ടും. കുറച്ചു നേരത്തെ ഞാനൊരു എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ആണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂ കണ്ടു. അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഹോസ്പിറ്റൽസിന് ഇതിൽ വലിയ റോളില്ല. കാര്യം ഒരു ഫോൾസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ അത് ഫോൾസ് ആണോ എന്നറിയാൻ ഹോസ്പിറ്റലിന് മാർഗമില്ല എന്നുള്ളതാണ്. ഒരു 2 വർഷം മുമ്പ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷനെ കാണാൻ വന്നത്, അത് ആ ഇടയ്ക്കൊന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എറണാകുളത്ത് മാത്രമായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് 5000-ലേറെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നതായിട്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ ഈ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഹോസ്പിറ്റലിന് ഒരു റോളും ഇല്ല എന്നാണ്. അവിടെയാണ് പ്രധാന തെറ്റ്. പോലീസിന്റെ ശ്രമം തന്നെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. പ്രധാനം ഹോസ്പിറ്റൽസ് ഇല്ലാണ്ട് ട്രാൻസ്പ്ലാന്റ് നടക്കത്തില്ല. ഇതിനെല്ലാം പിന്നിലുള്ള പ്രധാന ഘടകം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. ഏജന്റുമാർ വർക്ക് ചെയ്യുന്നത് ഹോസ്പിറ്റലും ട്രാൻസ്പ്ലാന്റ് സർജൻസായിട്ട് ചേർന്നാണ്. അല്ലാതെ ട്രാൻസ്പ്ലാന്റ് ഹോസ്പിറ്റൽ സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഏജന്റുമാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏജന്റുമായിട്ട് ഒരു മിഡിൽമാൻ്റെ റോളാണ്. ഹോസ്പിറ്റലിലെ ഏജന്റുമാരെ അറിയിക്കും, എല്ലാ ഹോസ്പിറ്റലിലും ഏജന്റുമാരെ അറിയിക്കും, ഞങ്ങൾക്ക് ലിവർ വേണം, അല്ലെ 2 കിഡ്നി വേണം, 3 കിഡ്നി വേണം. ഇതവർ സംഘടിക്കാൻ ഇവർക്ക് വലിയ നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്കിൽ വീഴുന്നത്, അതായത് ഞാൻ എൻ്റെ കേസ് കൊടുക്കുന്നതിന് മുൻപ് ഒരു 10 വർഷം മുമ്പാണ്. അന്ന് സ്ഥിരം പരസ്യം ചെയ്തതാണ് ആൾക്കാരെ കിഡ്നി ലിവർ സംഘടിക്കുന്നത്. പത്രത്തിൽ പരസ്യം ചെയ്യും, എന്നിട്ട് ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യും. എന്റെ അന്നത്തെ കേസിന് ഒരു ഡിമാൻഡ് ഈ പരസ്യം ചെയ്ത് നിർത്തണം എന്നുള്ളത്. അങ്ങനെ കോടതിയുടെ ഓർഡർ വന്നതിന് ശേഷം ഈ പരസ്യം കൊടുക്കരുത് നിർത്തി. ഇപ്പോ ചെയ്യാന്ന് പറഞ്ഞാല് ഏജന്റുമാര് പൈസ ഇല്ലാത്ത ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യും, പൈസക്ക് അത്യാവശ്യമുള്ള ആൾക്കാരായിരുന്നു ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് പൈസ ഓഫർ ചെയ്യും. ഒരു നിർസ്ഥിര കുടുംബത്തിന് ഒരു 5 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. ഇതിന്റെ പ്രധാന കണ്ണികൾ ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. വിദേശത്താണ്, പ്രത്യേകിച്ച് സിംഗപ്പൂരിലും ഇറാനിലും. ഇറാനിലൊക്കെ 1 കോടി രൂപ, 1.5 കോടി രൂപ, 2 കോടി രൂപ വരെ ഒരു കിഡ്നിക്ക് കിട്ടും. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാല് ഡോണറിന് കിട്ടുന്ന 5-10 ലക്ഷം രൂപ. സാധാരണഗതിയിൽ കിഡ്നിക്ക് 5 ലക്ഷം രൂപ, 10 ലക്ഷമാണ് നോർമലി കൊടുക്കുക. അവിടെ ചെന്നാല് 1 കോടി രൂപ വരെ കിട്ടും. പലരും ഈ ട്രാവലിന്റെ പ്രോബ്ലം മാത്രമല്ലേ ഉള്ളൂ. പാസ്പോർട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമല്ല. ഈ ഡോണറിനെ വിദേശത്ത് കൊണ്ടുപോയി, ഞാനിപ്പോ മനസ്സിലാക്കിയത് ഇപ്പൊ വന്ന വാർത്തയിൽ തന്നെ പല സിംഗപ്പൂർ ഇറാനിലൊക്കെ കൊണ്ടുപോയി ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നുള്ളത്. അവിടെ ഇതുപോലെ തന്നെയാണ്. അപ്പോ ഈ ഹോസ്പിറ്റൽസ്, ഞാൻ 2 കാര്യം പറഞ്ഞുതരാം. ഇപ്പോ ഒരു ഡോണറെ ഒരു ഏജന്റ് കണ്ടുപിടിച്ചാല് ഒരുപാട് ഡോക്യുമെന്റ്സ് വേണം. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഇപ്പൊ ഈ കേസിൽ പറഞ്ഞ മാതിരി കൃത്യമായിട്ട് ഉണ്ടാക്കുക ചെയ്യുന്നത്. ബട്ട് ഇതൊക്കെ കൊണ്ട് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റി ഉണ്ട്. ഇപ്പൊ കൊല്ലത്താണെന്നുണ്ടെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്റ്റില് ഡിഎംഒയുടെ മേധാവിത്വത്തിൽ ഒരു ഓതറൈസേഷൻ കമ്മിറ്റി ഉണ്ട്. അവർ അപ്രൂവ് ചെയ്യണം.
അവർ അപ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ട്, ഓതറൈസേഷൻ കമ്മിറ്റി ഉണ്ട്. അത് DHS അതിന്റെ ചെയർമാൻ അവർ അപ്രൂവ് ചെയ്യണം. ഇപ്പൊ നമ്മുടെയൊക്കെ ധാരണ ഈ ഡോക്ടർമാരെല്ലാം ഇത് വളരെ സുതാര്യമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. എനിക്കറിയാവുന്ന 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർമാരെ പേര് പറയത്തില്ല. ഒരാള് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനും ഒക്കെ റിട്ടയർ ചെയ്തയാളാണ്. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഈ ഓത്തറൈസേഷൻ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഓത്തറൈസേഷൻ കമ്മിറ്റി കൂടുന്നത് പറഞ്ഞാൽ ഏജന്റുമാരൊരു പ്രളയമാണ് അതിനകത്ത്, നമുക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടത്തില്ല. വേറെ ഡോക്ടറുണ്ട്, ജോയിന്റ് ഡീമേർ റിട്ടയർ